ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ടൊരു സ്പെഷ്യൽ കേക്കുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എത്ര കേക്കായില്ലേ, പക്ഷേ ക്രിസ്മസ് അല്ലേ, അപ്പോൾ ഡിഫറെൻറ്റ് കേക്ക്സ് അല്ലേ നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്നും ഒരു കേക്ക് തന്നെയാണ്. കേക്ക്സിൻ്റെ പരമ്പര ഏതാണ്ട് തീരാറായി. ഓക്കെ, അപ്പോൾ കേക്ക് ഒരു വ്യത്യാസമുള്ളൊരു ഇതൊരു ക്രിസ്മസ് കേക്കാണ്. റിംഗ് ഷേപ്പിലുള്ളൊരു റിംഗ് ക്രിസ്മസ് കേക്ക്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമ്മുടെ ബ്യൂട്ടിഫുൾ ക്രിസ്മസ് റിംഗ് കേക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ. അപ്പോൾ അതിന് 1-2 കാര്യങ്ങൾ വേണം. ആദ്യം വേണ്ടത് ഒരു റിംഗ് മോൾഡാണ്. അപ്പോൾ ഞാനൊരു റിംഗ് മോൾഡ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിയാൽ ഇതാണ് നമ്മുടെ റിംഗ് മോൾഡ്. അപ്പോൾ ഈ റിംഗ് മോൾഡിൽ വെണ്ണ തടവി മൈദ മാവ് ഡസ്റ്റ് ചെയ്തിട്ട് എക്സസ് മാവ് തട്ടി കളഞ്ഞിട്ട് കേക്ക് ടിൻ പ്രിപ്പയർ ചെയ്യുന്ന പോലെ ഈ ഒരു ടിന്നും ഞാൻ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. അതെ, ഇങ്ങനെയാണ് നമ്മുടെ പ്രിപ്പയർഡ് കേക്ക് ടിൻ ഇരിക്കുന്നത്. ഇനി പ്രധാനമായിട്ട് വേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സുൽത്താന അഥവാ നമ്മൾ എന്താ പറയുക സീഡ്ലെസ് റേസിൻസില്ലേ, കിസ്മിസ് എന്നൊക്കെ പറയുന്നത്, അതാണ് വേണ്ടത്. അത് ഏതാണ്ട് ഒരു 2 കപ്പോളം വേണം. നല്ല മധുരമാണത്. അപ്പോൾ അത് പക്ഷേ തലേ ദിവസം തന്നെ ഒരു 3/4 കപ്പ് ഓറഞ്ച് ജ്യൂസിൽ കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ ഏകദേശം ഒരു 6 to 8 hours കുതിർന്നാലും മതി. അപ്പോൾ ഞാൻ നോക്കിയേ, ഞാനത് ഇന്നലെ തന്നെ ഓറഞ്ച് ജ്യൂസിൽ കുതിരാനായിട്ട് വെച്ച് ചെയ്തു. ഇപ്പോൾ നല്ല കറക്റ്റായിട്ട് കുതിർന്നിരിക്കുവാണ്. ആഹാ, ഇത് വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാട്ടോ. ഇത് നമ്മൾ ഈ കേക്കിൽ ചേർക്കാൻ പോവാണ്. ഇനി വേണ്ട മറ്റൊരു പ്രധാന കാര്യം നമ്മുടെ ആൽമണ്ട്സ് അഥവാ ബദാമാണ്. ഹോൾ ബദാം അല്ലെങ്കിൽ ഹോൾ ആൽമണ്ട്സ് തൊലി കളഞ്ഞതാണ് വേണ്ടത്. അപ്പോൾ അത് തൊലി കളയാനായിട്ട് ഈസിയാണ്. അതൊന്ന് ബ്ലാൻഡ് ചെയ്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ബ്ലാൻഡ് ചെയ്യാന്ന് വെച്ചാൽ തിളച്ച വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ടേക്കുക. അത് കഴിഞ്ഞിട്ട് ആ വെള്ളത്തിൽ നിന്നും തണുത്ത വെള്ളത്തിലേക്ക് മാറ്റിയിട്ട് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. അതിൻ്റെ തോട് ആൽമണ്ട്സിൽ നിന്നും ഇളകി മാറും. അപ്പോൾ ഹോൾ ആൽമണ്ട്സ് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന കണ്ടോളൂ, ഈ രീതിയിലാണ്. ഇതിപ്പോൾ ബ്ലാൻച്ച്ഡ് ആണ്. ഞാൻ തിളച്ച വെള്ളത്തിൽ 5 മിനിറ്റ് ഇട്ടിരുന്നതാണ്. അതിൻ്റെ ബാക്കിയെല്ലാം ഞാനത് ഇങ്ങനെ സ്കിന്ന് മാറ്റി കഴിഞ്ഞു. അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു 4-5 എണ്ണം മാറ്റി വെച്ചത്. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇതിന് എളുപ്പം കയ്യിലിങ്ങനെ തൊട്ടാൽ മതി, അതിങ്ങനെ ചറുകി പെട്ടെന്ന് തെന്നി ഇങ്ങ് വരും. അപ്പോൾ ആൽമണ്ട്സ് ഇതുപോലെ ചെയ്ത് വെച്ചത് റെഡി. ബ്ലാൻച്ച്ഡ് ആൽമണ്ട്സ് ഞാൻ എൻ്റെ സ്കിന്നെല്ലാം മാറ്റി നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇത്രയും ആൽമണ്ട്സ് ഉണ്ട്. ഇതെല്ലാം ഞാനിങ്ങനെ തിളച്ച വെള്ളത്തിൽ 5 മിനിറ്റ് ഇട്ടിട്ടാണ് ഇങ്ങനെ എൻ്റെ സ്കിന്ന് മാറ്റിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. പിന്നെ നമുക്ക് വേണ്ടത് ഓറഞ്ച് മർമലേഡാണ്. ഓറഞ്ച് മർമലേഡ് കുപ്പിയിൽ വാങ്ങാൻ കിട്ടും. അത് സാധാരണ നമ്മൾ പ്ലം കേക്കിലൊക്കെ ചേർക്കുന്നതാണ്. ഒരു പ്രത്യേക ചെറിയൊരു ബിറ്റർനെസ് ഉണ്ട്, പക്ഷേ അത് ഇത്തരം കേക്ക്സിനൊക്കെ ഭയങ്കര നല്ലതാണ്. അത് ഓറഞ്ചിൻ്റെ തൊലിയിൽ നിന്നാണ് ഓറഞ്ച് മാർമലേഡ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതും ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. ബാറ്റർ തയ്യാറാക്കാൻ ആദ്യം ആസ് യൂഷ്വൽ നമ്മൾ മൈദ മാവിലാണ് ചെയ്യുന്നത്. അപ്പോൾ 1 കപ്പ് മൈദ മാവിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ 1/2 ടീസ്പൂണും 1/4 ടീസ്പൂണും ആയിട്ടാണ് ഞാനിപ്പോൾ 3/4 ടീസ്പൂൺ ഇടുന്നത്. അപ്പോൾ ഈ ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറിന് പകരം നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറിൽ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അന്നേരം കേക്ക് കുറച്ചുകൂടി എന്താ പറയുക പൊങ്ങും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ആൽമണ്ട്സ് മുകളിലാണ് ഇങ്ങനെ അത് പതിച്ച് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ അങ്ങ് താഴെ പോകും. മൊത്തമായിട്ട് ചിലപ്പോൾ താഴെ പോയിരിക്കും. ഇതാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ പൊങ്ങില്ല ഈ ഒരു 3/4 ടീസ്പൂൺ ഇടുകയാണെങ്കിൽ. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു റൂം ടെമ്പറേച്ചറിലെ വെണ്ണ ഒരു 175 ഗ്രാം 175 ഗ്രാം വെണ്ണ എടുത്തിട്ട് ഒരു ഹാൻഡ് വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നല്ല തടി കൊണ്ട് ചെയ്താലും മതി. എന്തായാലും നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അപ്പോൾ ഒന്ന് ബീറ്റായി വരുന്ന സമയത്ത് കുറച്ച് പൊടിച്ച പഞ്ചസാര, ഒരു 3/4 കപ്പോളം പൊടിച്ച പഞ്ചസാരയും ചേർക്കും. ഇച്ചിരി കൂടെ മധുരം വേണമെങ്കിൽ 1 കപ്പ് വരെ ആകാം, പക്ഷേ ഇത് മതി, 3/4 കപ്പ് ധാരാളം മതിയാകും. വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒരു ലൈറ്റ് ആൻഡ് ഫ്ലഫി ആക്കി എടുക്കണം. അപ്പോൾ ഈ വെണ്ണയും പഞ്ചസാരയും കൂടി ചേർന്ന് ഇങ്ങനെ എന്താ പറയുക, കുറച്ചുകൂടെ ലൈറ്റർ കളറാവും, ഒരു ക്രീമിഷ് കളറായിട്ട് മാറും. കുറച്ചുകൂടെ ലൈറ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് വരും. അതുവരെ നമ്മൾ ബീറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് 3 മുട്ടയാണ് അളവ്. ഓരോ മുട്ടയായിട്ട് ചേർക്കണം. ഒരു മുട്ട ചേർത്തിട്ട് ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്യാം. അതൊന്ന് യോജിച്ച് കിട്ടുന്നവരെ, അത്രേ ഉള്ളൂ. ഇനി വീണ്ടും നമ്മൾ ഒരു മുട്ടയും കൂടെ ചേർക്കുന്നു. എഗെയിൻ ബീറ്റിംഗ്. ഇനി 3ാമത്തെ മുട്ട. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ആ മൈദ മാവും ബേക്കിംഗ് പൗഡറും കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ലേ സ്പൂൺ കൊണ്ട്, അത് ഒരു അരിപ്പയിലൂടെ അരിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇനി നമ്മൾ ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ ആ കുതിർത്ത കിസ്മിസ് അഥവാ സുൽത്താനയും ആ ഓറഞ്ച് ജ്യൂസും ഒക്കെ ചേർക്കാം. ഇനി ഒരു ചെറിയ ബീറ്റിങ് അത്ര മതി. ഇനി വാനില എസൻസ് ചേർക്കാം, 1 ടീസ്പൂൺ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഓറഞ്ച് എസൻസ് ചേർക്കുന്നത് വളരെ നല്ലതായിരിക്കും, ഉണ്ടെങ്കിൽ ചേർക്കുക.
അപ്പോൾ ഞാനതും ചേർത്തു, ഓറഞ്ച് എസൻസും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു തടിത്തവി കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് പാർട്ട് ഓഫ് മിക്സിങ്ങിന് ബ്ലെൻഡറോ ഒന്നും വേണ്ട കേട്ടോ, നമ്മൾ തടിത്തവി മാത്രം ഉപയോഗിച്ചാൽ മതി. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. പ്രിപ്പയർഡ് കേക്ക് ടിൻ എടുക്കുന്നു, നമ്മുടെ റിംഗ് മോൾഡ്, അതിനകത്തേക്ക് നമ്മുടെ ഈ ബാറ്റർ ട്രാൻസ്ഫർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇനി ഒന്ന് ടാപ്പ് ചെയ്യാം, നന്നായിട്ട് ഒന്ന് ലെവലാകട്ടെ. ഇനിയാണ് നമ്മുടെ റിംഗ് മോൾഡിൻ്റെ മേളിൽ, അതായത് ഈ റിംഗ് കേക്കിൻ്റെ മേളിൽ കുറച്ച് ആൽമണ്ട്സ് ഒക്കെ കാണണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്ലാഞ്ച്ഡ് ആൽമണ്ട്സ് ഉണ്ട്, തൊലിയെല്ലാം മാറ്റിയത്. അതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ തന്നെ ഇങ്ങനെ നിരത്തി കൊടുക്കാം. 1 by 1 ആയിട്ട് ഇങ്ങനെ ചില ക്ഷമയോടുകൂടി ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ഫുൾ ആൽമണ്ട്സും ഇതിൽ നന്നായിട്ട് ഞാൻ പതിച്ച്, ഇച്ചിരി ബാക്കിയുണ്ട് കേട്ടോ, എങ്കിലും ഞാൻ ഈ പറ്റുന്ന പോലെ ഈ പാത്രത്തിൽ കൊള്ളുന്ന അത്രയും അതിൻ്റെ ടോപ്പിൽ കംപ്ലീറ്റ് ആൽമണ്ട്സും ഇങ്ങനെ നേരത്തെ കഴിഞ്ഞു. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ബേക്കായി വരുമ്പോൾ ഇത്രയും ഭംഗി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ഒരു ഫോമിൽ കാണാനാണ് ഏറ്റവും സൗന്ദര്യം. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, നേരെ നമ്മൾ ബേക്കിങ്ങിന് ഒരു പ്രീ ഹീറ്റഡ് അവനിലേക്ക് മാറ്റുന്നു. ഇത് ഞാൻ ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ. വളരെ കുറച്ച് ടെമ്പറേച്ചറിൽ, അതായത് ഒരു സ്ലോ ഹീറ്റിലാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രീ ഹീറ്റഡ് ഓവൻ എന്ന് പറയുമ്പോൾ ഒരു 140-150 പ്രീ ഹീറ്റ് ചെയ്തോളൂ 5 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് ഒരു 130 ഡിഗ്രി ചൂടിലാണ് നമ്മൾ ബേക്കിംഗ് പ്രോസസ്സ്. ഒരു 1.5 മണിക്കൂർ ബേക്ക് ചെയ്യണം. പക്ഷേ ഏറ്റവും ചെറിയ ഒരു ലോ ഒരു ഹീറ്റാണ് 130-130 ഒരു ലോ ഹീറ്റിൽ 1.5 മണിക്കൂർ ബേക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചാണ്. പെട്ടെന്ന് ചൂടാകുന്ന ഓവനാണെങ്കിൽ 130 മതി. അതല്ല വളരെ സ്ലോ ആയിട്ട് പൊതുവെ ചൂട് കുറവുള്ള ഓവനാണെങ്കിൽ 130 എന്നുള്ള 150 വരെ കൊണ്ടുപോകാം. എന്തായാലും ആ ഒരു ടൈം കീപ്പ് ചെയ്യുക, 1.5 മണിക്കൂർ വരെ എടുക്കും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് റെഡിയായി വരും. ഇവിടുത്തെ ഓവനുമായിട്ട് ഞാനൊന്ന് പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ചൂട് നമ്മുടെ നാട്ടിലെ ഓവനുമായിട്ടൊക്കെ കുറേ മാറ്റങ്ങളുണ്ട്. എനിവേ, നമ്മുടെ റിംഗ് മോൾഡിലെ ക്രിസ്മസ് റിംഗ് കേക്ക് ഈസ് റെഡി. ഫൈനൽ ഫോമിൽ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നോക്കിയേ, ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ടൊന്ന് ഡിമോൾഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് ഈസ് ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. മേളിൽ കുറച്ച് ഭാഗത്ത് കൂടുതലായിട്ട് ആൽമണ്ട്സ് ആണ്, ഒരു ഭാഗത്ത് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ചില സ്ഥലത്ത് ഞാൻ ഇച്ചിരി എന്താ പറയുക, അത് ആ ആൽമണ്ടിൻ്റെ സൈസ് അനുസരിച്ചിട്ട് കുറച്ച് ഉള്ളിലേക്ക് അങ്ങനെ മാറിപ്പോയി എന്നാണ് തോന്നുന്നത്. എനിവേ, കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ മേളിലൊരു ഗ്ലേസ് കൊടുക്കണം. അതിനാണ് നമ്മൾ ഓറഞ്ച് മർമലേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ ഓറഞ്ച് മർമലേഡ് ഒരു പാനിലേക്ക് എടുക്കാം. ഇനി ചെറിയ ചൂടിൽ അതൊന്ന് സ്ലൈറ്റായിട്ടൊന്ന് ചൂടാക്കും. അതിങ്ങനെ ഉരുകി എന്താ പറയുക, കുറച്ചുകൂടെ ലൂസായി വരും. ആ കട്ടി മാറിയിട്ട് കുറച്ച് ലൂസാകും. ഈ രീതിയിലേക്ക് ആകും. ഒരുപാട് അങ്ങ് തിളച്ച് മറിയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ഇപ്പോൾ ലൂസായല്ലോ. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ ഡിമോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മേൽഭാഗത്തായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒരു പേസ്ട്രി ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മുക്കി ബ്രഷ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പേസ്ട്രി ബ്രഷ് വെച്ച് തന്നെ ചെയ്യണത്, അല്ലെങ്കിൽ സ്പൂൺ വെച്ച് ചെയ്താലും മതി. നോക്കിയേ, നല്ലൊരു തിളക്കം വന്നു തുടങ്ങിയില്ലേ ആ ഗ്ലേസ് പുരട്ടി കഴിഞ്ഞപ്പോൾ. ആ ഗ്ലേസ് കൊണ്ട് ഭംഗി മാത്രമല്ല, അതിൻ്റെ ടേസ്റ്റും ഭയങ്കരമായിട്ട് വരും. ഒരു ഓറഞ്ച് മാർമലേഡിൻ്റെ ഒരു ചെറിയൊരു എന്താ ടേസ്റ്റ് അറിയാം. അതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കിത് ഗ്ലേസ് കൊണ്ട് ബ്രഷ് ചെയ്യാം. സോ ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ ബ്യൂട്ടിഫുൾ റിംഗ് കേക്ക് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയത് കണ്ടോ, ആ ഒരു തിളക്കം വന്നിട്ട്. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ ആ ഗ്ലേസ് ഒന്ന് തണുത്ത് സെറ്റാകുമ്പോൾ ഇതിൽ കുറേ ആ ഒരു എന്താ പറയുക തിളക്കം അല്ലെങ്കിൽ ഗ്ലേസ് അവസാനം വരെ ഉണ്ടാകും. നന്നായിട്ട് തണുക്കുമ്പോഴും ഉണ്ടാവും. എങ്ങനെയുണ്ട് കേക്ക്? ഇങ്ങനെ ഇഷ്ടമായില്ലേ? ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ക്രിസ്മസ് റിംഗ് കേക്ക്. ഇത് കട്ട് ചെയ്യാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. 1 2 ഈ ആൽമണ്ട്സ് ഒക്കെ ഇങ്ങനെ കണ്ടിരിക്കുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ എന്തായാലും അതൊരു കുറച്ച് പൊടിഞ്ഞ് മാത്രമേ നമുക്ക് അത്ര ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഇങ്ങനെ പീസസ് ആയിട്ട് എല്ലായിടത്തും ഒരു ആൽമണ്ടിൻ്റെ ഒരു കടി ഉണ്ടാവുമല്ലോ. പിന്നെ ഇത് കഴിക്കുമ്പോഴോ എൻ്റെ ദൈവമേ, ഇത് ഫുൾ ഓഫ് ആൽമണ്ട്സ്. ആ മേളിൽ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നുന്നതാണ്. കഴിക്കുമ്പോൾ ഇഷ്ടംപോലെ പോർഷൻ ഓഫ് ആൽമണ്ട്സും എന്താ പറയുക സുൽത്താന അഥവാ റൈസിൻസ് എല്ലാം നമുക്ക് ക്രിസ്മസ് എല്ലാം കിട്ടും കഴിക്കാൻ. ഭയങ്കര നല്ല
ഒരു ബ്യൂട്ടിഫുൾ ഒരു കേക്കായിരിക്കും ഇത്. കഴിക്കുമ്പോൾ അതിൻ്റെ സ്വാദ് ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും. കാര്യം ഓറഞ്ച് എസൻസ്, വാനില എസൻസും ഓറഞ്ച് മാർമലേഡും ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ടേസ്റ്റ് വൈസ് കാണാനും നല്ല ഭംഗിയില്ലേ. ഇത് ഞാനൊരു സെക്കൻഡ് കേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഉപയോഗിച്ച് ചെയ്ത് നോക്കിയതാണ്. കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് കുറച്ചുകൂടി പൊങ്ങി വന്നൊരു കേക്കാണ്. അതുകൊണ്ട് നമ്മുടെ ആൽമണ്ട്സ് എല്ലാം കുറച്ച് താഴേക്ക് പോയി. മറ്റേതിനെക്കാട്ടിലും കുറച്ചേ വിസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതും ഓറഞ്ച് മാർമലേഡും കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഗ്ലേസ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ നൈസ് ബ്യൂട്ടിഫുൾ കേക്ക്. സോഫ്റ്റാണ് അത്യാവശ്യം. ഓക്കെ, ഇതിവിടെ എല്ലാ ആൽമണ്ട്സും. താഴേക്ക് നമ്മുടെ സുൽത്താൻ, മേളിൽ ഓറഞ്ച് ഗ്ലേസ്. ബ്യൂട്ടിഫുൾ. നമ്മളുടെ കേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാമല്ലേ? യമ്മി യമ്മി, വെരി റിച്ച്. കാര്യം നിറച്ച ആൽമണ്ട്സും പിന്നെന്താ സുൽത്താന എന്ന കിസ്മിസുമാണ്. ആൻഡ് നല്ല ബട്ടറിൻ്റെ ടേസ്റ്റാണ്. ഇതൊരു ബട്ടർ കേക്കല്ലേ, കുറച്ച് ബട്ടറുണ്ട്. 175 ഗ്രാമാണ് ഇതിനകത്ത്. അപ്പോൾ നല്ലൊരു ബട്ടർ ടേസ്റ്റ് ഇങ്ങനെ കയറി നിൽക്കും. ഇറ്റ്സ് വെരി നൈസ്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റ് ഓഫ് ഐറ്റത്തിൽ നമ്മുടെ ക്രിസ്മസ് റിംഗ് കേക്കും കൂടി ഉൾപ്പെടുത്താം. ഇതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് കേക്കൊന്നുമല്ല, ഇറ്റ്സ് ഈസി. അപ്പോൾ ചെയ്തു നോക്കുക. എന്തായാലും ഇന്നത്തെ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് പറയാം കമൻറ്റ് ബോക്സിൽ വന്നിട്ട്. ഈ കേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വല്ലതും തോന്നിയോ, അല്ലെങ്കിൽ ഈസി ആയിട്ടാണോ തോന്നിയത്, എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക്, അതും എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.